ഇതെന്റെ ബുദ്ധിയുമാണ്. മേരി ക്രിസ്മസ്. എനിക്കൊന്നും കണ്ടൂടാ. Dorothy Madama 2.0. സ്കൂളിംഗ് ക്ലാസ്സും വെച്ച് വന്നിട്ടുണ്ട്. ബട്ട് ട്രെയിൻ മിസ്സായി. ഈ സീറ്റില് ഇങ്ങനെ ഡോട്ട്സ് ഉണ്ട്. ഇതിലുണ്ട്, ഇതിലുണ്ട് ആൻഡ് ഇതിലുണ്ട്. ഇത് എന്താണെന്നറിയാമോ? ഇതിന്റെ കണ്ടുപിടുത്തം ഇദ്ദേഹമാണ് നടത്തിയത്. എന്താന്ന് പറഞ്ഞേ? Which is nice, no? That's nice only. Good job, Indian Railways. അല്ലേ? Yeah. അല്ലേ? Hi guys, welcome back to my YouTube channel. So രാവിലെ പുറപ്പെട്ടിട്ട് ഇപ്പോൾ പോണ്ടിച്ചേരി എത്തിയിട്ടുണ്ട്. And I can't wait to show you the Airbnb that we have booked. So pretty. Let me show you. So നമ്മൾ താമസിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ there is a balcony over there. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോഴേക്കും there is a veranda. And this is the view. നമ്മൾ കതക് തുറക്കുമ്പോൾ ആദ്യം നമ്മൾ ഇതായിരിക്കും കാണുന്നത്. പക്ഷേ ഇതല്ല ഇതിൻ്റെ ബ്യൂട്ടി. ഹാള് കഴിഞ്ഞ് നേരെ മുകളിലോട്ട് നോക്കുമ്പോൾ see how beautiful it is. ഒരു റോയൽ റിച്ച് ലുക്കൊക്കെ കിട്ടുന്നില്ലേ? ഒരു ടി വി ഉണ്ട്, വൈഫൈ കണക്ഷൻ ഉണ്ട്, എല്ലാം സെറ്റപ്പാണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് കിച്ചൺ. എല്ലാം ഉണ്ട് ഇവിടെ തന്നെ. കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചാൽ മതി. ആൻഡ് ഇത് ഒരു പൂജാ റൂമും ആൻഡ് ഒരു റൂമുമാണ് ഇവിടെ ഉള്ളത്. ഓൾമോസ്റ്റ് സിമിലർ ആണ് എല്ലാ റൂംസും. സോ ദിസ് ഇസ് ദ ബെഡ്. ഡിഫറെൻറ്റ് വാൾപേപ്പേഴ്സ് ആയിരിക്കും മുകളിലോട്ട്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് see how fancy bathtub ഒക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് ദാറ്റ്സ് എ റാപ്പ്. ഇനി മുകളിൽ വി ഹാവ് 4 റൂംസ്. ഏതാണ്ട് സിമിലർ ആണ്. വാൾപേപ്പേഴ്സിന് മാത്രമേ വ്യത്യാസം വരുള്ളൂ. അവരെല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുവാണ്. ഐ ഓൾസോ ഹാവ് എ റൂം ഇൻ ദ അപ്സ്റ്റേഴ്സ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. സോ ദിസ് ഇസ് മൈ റൂം നൗ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു 5 സ്റ്റാർ സെറ്റപ്പിൽ തനിയൊക്കെ ഒരു റൂം കിട്ടുന്നത്. അപ്പം ഇന്നത്തെ ഐറ്റിനറി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എന്തായാലും കിടക്കിടന്ന് ഉറങ്ങുക. എല്ലാവർക്കും നല്ല രീതിയിൽ ക്ഷീണമുണ്ട്. ആരും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെ 4:40 ആയപ്പോൾ തന്നെ എല്ലാവരും വീട്ടിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നൊക്കെ ആയിട്ട് ചാടി. 5:30 ട്രെയിൻ. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ടയർഡായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഉറങ്ങും. ഇപ്പം വൈകുന്നേരം വിൽ ബി ഗോയിങ് ടു ബീച്ച് ഓർ ക്ലബിങ്, അത് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇപ്പം എന്തായാലും നല്ല പൊരിഞ്ഞ വിശപ്പുണ്ട്. അപ്പം എന്തെങ്കിലും കൈ കിട്ടുന്ന വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അടുത്തന്നെ. ഓക്കെ, നമ്മൾ നടക്കുകയാണ്. ഞാൻ ഡോറ ദ എക്സ്പ്ലോററും ഇതെന്റെ ബുദ്ധിയുമാണ്. അതെ. ആൻഡ് അതെ, ഭയങ്കര ലൈറ്റ്സും കളേഴ്സും ഒക്കെ നല്ല രസമുണ്ട്. Say Merry Christmas! Hi. Hi. Where are you from? I'm from Trichy. Where are you from? Dehradun. Right now we're discussing from where is he. Where are you from? I'm from Mumbai. No, you're not. Where are you from? Delhi. Hello, where are you from? India. India? Tell me that. A little bit of Delhi, a little bit of Mumbai, a little bit of Nagpur and Bangalore. Oh God. Where are you from? Kerala. Okay. Where are you from? I'm from Tamil Nadu. Okay. അങ്ങനെ എൻ്റെ കൂടെ പോണ്ടിച്ചേരി കാണാൻ ഇന്ത്യ മൊത്തം ഉണ്ട്. ലൈഫിൽ ഒരിക്കൽ പോലും വിചാരിക്കാത്ത ആൾക്കാരുടെ കൂടെയാണ് ഇപ്പം ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് പുറത്തൊക്കെ പോയിട്ട് വന്നു. സ്ട്രീറ്റ് ഷോപ്പിംഗ് ആയിരുന്നു പരിപാടി. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിരിക്കുകയാണ്. നല്ല കാലുവേദന ഉണ്ട്. ശരിക്കും നടന്നു. ബട്ട് ഫുള്ളി ഡ്രസ്ഡ് അപ്പ് ആൻഡ് വി ആർ ഹെഡിങ് ഫോർ ഡിന്നർ. ഏതോ ഫാൻസി സ്ഥലത്താണ് ഡിന്നർ. എന്നാൽ ഇവിടെ എല്ലാം ഫാൻസി സ്ഥലം മാത്രമേ ഉള്ളൂ. ആൻഡ് അതുകൊണ്ട് അവിടെ ഡിന്നറിന് വേണ്ടി റെഡിയായ കോലമാണ് ഈ കണ്ടത്. ആൻഡ് ലെറ്റ്സ് ഗോ. ബൈ. We are heading out to
ബോഡിയായി തിരിച്ചെത്തിയിരിക്കുകയാണ്. എനിക്കിനി ഒന്നും പറയാൻ. ഗുഡ് മോർണിംഗ്. വി ആർ ഇൻ ദ ബീച്ച് നൗ. സോ ഇറ്റ്സ് ലഞ്ച് ടൈം. ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോകാനാണ് പ്ലാൻ. കാരണം പ്രോൺസ് ഇവിടെ ഭയങ്കര ടേസ്റ്റ് ആണെന്നുള്ളത് ആരൊക്കെ പറഞ്ഞു. സോ അത് പോയി ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ വി ആർ ഹെഡിങ് ഫോർ ലഞ്ച് നൗ. സോ വി ആർ ഗോയിങ് ഷട്ട് അപ്പ്. വേർ ആർ വി ഗോയിങ്? സാപ്പിട പോരെ. വാട്ട് സാപ്പിട പോരെ? പ്രോൺസ്. മത്തി. മത്തിയാ? ഫിഷ്. दोनों हाथ लगाना पड़ेगा ना इसमें? दोनों लगाना. हाँ? calamari. Calamari. Squid. What's this actually? Squid. Crab. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നേരെ കിടക്കുന്ന പ്രോൺസിനെ ഞാൻ കാണുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഇത് ചുരുണ്ടാണ് ഇരിക്കാറ്. പ്രോൺസ് ആണ്. ബട്ട് ഇതിനെക്കാട്ടും നല്ല പ്രോൺസ്. ग्रेवी मंगानी पड़ेगी. മസാല ഒന്നുമില്ല, ജസ്റ്റ് സോൾട്ട് വെച്ച്. അല്ല, സോൾട്ടഡ് വിത്ത് സോൾട്ട് അല്ലേ? Salt, butter, garlic. സോൾട്ട് ബട്ടർ ഗാർലിക്. വാട്ട് ഇസ് ദിസ്? Garlic butter prawn. ബട്ടർ പ്രോൺ ആണ്. Prawn. This prawn. The fish name is prawn. That is nice. We will cut that piece and give it to you. भाई 100 को दिया वो सस्ता भी उससे कम रहता है, और भी सस्ता रहता है. नहीं. Okay, today we are heading to French colony and let me show you my outfit. Dorothy Madama 2.0. So we are heading back to beach again. അല്ലേ? Yeah. Yeah. ആക്ച്വലി നമ്മളിപ്പോൾ 3 ഗ്രൂപ്പായി. അതിൽ ഒരു ഗ്രൂപ്പ് എവിടെയാണോ? വീട്ടിൽ തന്നെയാണ്. ഒരു ഗ്രൂപ്പ് എവിടെയാണ്? ഹലോ ഗായ്സ്, ഇപ്പൊ നമ്മൾ എവിടെയാണുള്ളത്? ഫ്രഞ്ച് കോളനി. ഫ്രഞ്ച് കോളനിയാണോ ഫ്രഞ്ച് ടൗൺ ആണോ? റോഡിന്റെ നടുക്കൂടെയാണ് നമ്മളിപ്പോ നടക്കുന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ബാക്ക് ടു ബീച്ച് അഗൈൻ. രാവിലെ പോയതാണ് ആൻഡ് സ്റ്റിൽ നമ്മൾ പോവാണ്. ഓക്കെ, നമ്മൾ കടലിലെത്തി. എനിക്കൊന്നും കണ്ടുകൂടാ, അതുകൊണ്ട് ഇപ്പം അതൊക്കെ മാറ്റാം. ഓക്കെ, വി ആർ ബാക്ക് ടു ദ ബീച്ച് അഗൈൻ. നമ്മൾ രാവിലെ ഇതേ സൈഡാണോ വന്നത്? വേറൊരു സൈഡാണ് വന്നത്. ഇപ്പം നമ്മൾ വേറൊരു സൈഡിലാണ് നിൽക്കുന്നത്. ഐ ഡോണ്ട് നോ വെദർ യു ക്യാൻ ഹിയർ മീ പ്രോപ്പർലി. നല്ല ശബ്ദമുണ്ട് ബീച്ചിൽ. ഈ ഹോൾ പോണ്ടി ട്രിപ്പിലെ മോസ്റ്റ് നീഡഡ് മൊമെന്റ് ആണിത്. നൈറ്റ് ടൈമിൽ ഈ കാറ്റൊക്കെ കൊണ്ട് ഈ ലൈറ്റിൽ സീ ഷോറിൽ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ലക്ഷറി. I'm so happy here. See, this is our kadale. പിടിച്ചേ. How do you feel? Happy. Of course. പാക്കെല്ലാം ചെയ്തു. നമ്മളിപ്പം പോവും തിരിച്ചേക്ക്. 1 മണിക്കൂറിൽ നമ്മൾ വീട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്യും. വീടെന്ന് തന്നെ വിളിക്കാൻ പറ്റുള്ളൂ, അത്രയും കംഫർട്ടബിളും. ഇത്
ഇങ്ങനെ ഒരു സ്ഥലം, ഇങ്ങനെ ഒരു പോണ്ടിച്ചേരി പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുമെന്ന് പോലും നമ്മൾ വിചാരിച്ചൊന്നുമല്ല. പക്ഷേ ഇന്ന് രാവിലെ ബ്രെഡ് ടോസ്റ്റ് മേക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുകയാണ് ചെയ്തത്. ഹൗ ഹോംലി നോ എയർബിഎൻബീസ് ആർ ലൈക്ക് ദാറ്റ് ഓൺലി. പക്ഷേ 5 റൂമുള്ള ഒരു ഫുൾ വീടൊക്കെ തരും എന്നൊന്നും വിചാരിച്ചൊന്നുമല്ല. ആൻഡ് മെമ്മറീസ് ഞാൻ പറയണ്ടല്ലോ, ഇത് ഉറപ്പായിട്ടും ഒരിക്കലും മറക്കാത്ത കുറച്ച് ദിവസങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു 2 ദിവസം ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാത്തത്. എനിക്ക് അറിഞ്ഞൂടെ ഇനി എനിക്കിങ്ങനെ ഒരു ലൈഫ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. വൈ? ബിക്കോസ് ഇപ്പം ഞാൻ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജോലി എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കും. അപ്പാരൻ്റ്ലി എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ എൻ്റെ കൂടെ വന്ന എല്ലാവരെയും കാട്ടി ഒരു 4 years മൂത്തതാണ്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കോളേജിൽ തന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെക്കാട്ടി 4 വയസ്സ് മൂത്തതാണ്. വിച്ച് ഇസ് എൻ്റെ അനിയനെ കാട്ടി ഇളയ കുട്ടികളുടെ കൂടെയാണ് ഞാനിത് പഠിക്കുന്നത്. വൈ? ബിക്കോസ് ഞാൻ ആഫ്റ്റർ ഫിനിഷിങ് BSc മാത്സ് ഇൻ കേരള ഞാൻ 1 വർഷം ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ തിരുച്ചിയിലേക്ക് BSc ആക്ച്വറൽ സയൻസ് പഠിക്കാൻ വരുന്നത്. ഫോർ പ്രൊഫഷണൽ കോഴ്സാണല്ലോ, അതുകൊണ്ട് ഐ നീഡ് ടു ഡു ദാറ്റ് ഫ്രം ദ ബിഗിനിങ്. അങ്ങനെ ആണ് ഞാൻ വരുന്നത് ഇവിടെ. അപ്പം തന്നെ ഐ ഹാഡ് ദാറ്റ് ഇൻ മൈ മൈൻഡ്. ഒരിക്കലും അങ്ങനെ 4 വയസ്സുള്ള കുട്ടികളോട് ഒന്നും സിങ്ക് ആവില്ല, ഇങ്ങനെയൊക്കെ എൻ്റെ മൈൻഡിൽ തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടാണ് വന്നതൊക്കെ. പക്ഷെ അതെല്ലാം തിരുത്തിക്കൊണ്ടാണ്, മിസ്കൺസെപ്ഷൻസ് എല്ലാം ഞാൻ തിരുത്തിക്കൊണ്ടാണ് ഐ എം ഗോയിങ് ബാക്ക്. അത് തിരുച്ചിയിൽ പോയാലും, അത് ഇവിടെ നിന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് തിരുച്ചിയിലോട്ട് പോയിരുന്നാലും അതെല്ലാം എനിക്ക് പറയും. കാര്യം അത്ര വൈബായിരുന്നു, അത്ര രസമായിരുന്നു. എല്ലാവരുമായിട്ടും പെട്ടെന്ന് സിങ്കാവാനും, ഒരുപാട് കോമഡികൾ പറയാനും, ചിരിക്കാനും ഇഷ്ടം പോലെ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഐ ലവ് ഇറ്റ്. ഓക്കെ, ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ ഐ വിൽ ബി ഓൾവേസ് ദ ഓഡ് വൺ ഔട്ട് എന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ ഫൈൻ, എനിക്കതിൽ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ പ്രിപ്പയർഡാക്കി വച്ചിരിക്കുകയായിരുന്നു. ഈ വന്നപ്പം, അതായത് കേരളത്തിൽ നിന്ന് തിരുച്ചിയിലേക്ക് പഠിക്കാനെന്ന് പറഞ്ഞ് വന്നപ്പോഴേ ഞാൻ അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് വന്നത്. പക്ഷെ അതെല്ലാം മാറ്റി തിരിച്ച് പോവുകയാണ്. എല്ലാ എൻ്റെ മിസ്കൺസെപ്ഷൻസും മാറി. ഐ ഫീൽ സോ ഹാപ്പി. ലൈക്ക് അങ്ങനൊരു സംഭവമൊന്നും ഇല്ല. ഇപ്പം നമ്മളെല്ലാവരും ജെൻസിയാണ്, വി ആർ ലൈക്ക് വൈബ് ഒക്കെ ആണെങ്കിലും ദർ വിൽ ബി എ പ്രോബ്ലം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സ്നേഹം മാത്രമാണ് എല്ലാം. ഓക്കെ, പാക്ക് ചെയ്തോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. സോ വിതിൻ ഹാഫ് ആൻ അവർ വിൽ ബി ഗോയിങ് ബാക്ക്. വി ആർ റാപ്പിംഗ് അവർ പോണ്ടിച്ചേരി ട്രിപ്പ്. ഇനി അഗൈൻ ബാക്ക് ടു കോളേജായി, പഠിത്തമായി, അതായി ഇതായി അങ്ങനെ. പക്ഷെ ദിസ് വിൽ റിമെയിൻ ഇൻ അവർ ഹാർട്ട്സ് ഫോർ എവർ. ഒരിക്കലും മറക്കാത്ത 2 ദിവസങ്ങളായിരുന്നു, നല്ല 2 ദിവസങ്ങളായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് ഐറ്റിനറി ഒന്നുമില്ല. ഈ 2 ദിവസത്തിലും വി ഗോട്ട് എ ലോഡ് ഓഫ് റെസ്റ്റ്. നമ്മളുടെ ഇഷ്ടത്തിനാണ് നമ്മളെല്ലാം ചെയ്തത്. അല്ലാതെ വി ഡിഡ്ന്റ് റഷ് ഫോർ കംപ്ലീറ്റിങ് അല്ലെങ്കിൽ ഫിനിഷിങ് ആ ഐറ്റിനറി. ഒക്കെ അടുത്ത സ്ഥലത്ത് പോകണം, അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ കഴിച്ചിട്ട് പിന്നെ അടുത്ത സ്ഥലത്ത് പോകണം, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലായിരുന്നു. ഫീലിംഗ് ടയേർഡ് ആണെങ്കിൽ ഓക്കെ ടേക്ക് റെസ്റ്റ്, സ്ലീപ്പ് ആൻഡ് ദെൻ കം ഔട്ട്. ചുമ്മാ അത് എന്താ പറയുക, സ്ഥലം കാണുന്നതിന് ഉപരി ഇപ്പോൾ പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ഗോവ ആൻഡ് ഒരു ബാംഗ്ലൂർ മിക്സാണ്. എനിക്കതാണ് തോന്നിയത്. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഗോവയിലെ പോലത്തെ ബീച്ച് വെരി ടൈഡി. ഓക്കെ, അങ്ങനെയല്ല. ഗോവയിലത്ത് കുറച്ചുകൂടെ ശാന്തമായ കടലാണ്. ഇതങ്ങനെയല്ല, കുറച്ചുകൂടെ വലിയ തിരകളൊക്കെ ആയിരുന്നെങ്കിലും ആ കടലിൻ്റെ വൈബും പ്ലസ് ബാംഗ്ലൂരിൻ്റെ വൈബും ആണ് പോണ്ടിച്ചേരി. ബട്ട് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അതിനെക്കാട്ടൊക്കെ ഉപരി വൈ വി ലൈക്ഡ് മീൻസ് ഫ്രീഡം. ഞങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്, ഞങ്ങളാണ് തീരുമാനിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ആ ഫ്രീഡം വി ആക്ച്വലി എൻജോയ്. സോ എൻജോയ്മെൻറ്റിൻ്റെ 2 ദിവസം അവസാനിക്കുകയാണ് ഇവിടെ. ഒരു ഹാഫ് ആൻ അവറിൽ വിൽ ബി ഗോയിങ്. ഓക്കെ, അപ്പോൾ സീ യു സൂൺ. ബിഫോർ വൈൻഡിങ് അപ്പ് നമ്മൾ മോളിലും കൂടെ വന്നിട്ടുണ്ട്. സോ
സ്കൂളിംഗ് ക്ലാസ്സും വെച്ച് വന്നിട്ടുണ്ട് ബട്ട് ട്രെയിൻ മിസ്സായി. We missed that train, yeah. This is the trip. This is a tour of the Goa of South India. It's Goa but not Goa. Darsha takes over because she's the real holder of the channel. I am just the manager. 15% is mine.